ഇന്നത്തെ നമ്മുടെ സെഷൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതാണ്. പഴയ നിയമത്തിൽ അനേകം തിരുനാളുകളുണ്ട്. മോശയ്ക്ക് ദൈവം ആവശ്യപ്പെട്ട തിരുനാളുകളുണ്ട്. പഴയ നിയമത്തിൽ ഉള്ള തിരുനാളുകൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട്. നമ്മൾ പലപ്പോഴും കരുതും പഴയ നിയമത്തിലുണ്ടായിരുന്ന തിരുനാളുകൾ യഹൂദർക്ക് വേണ്ടി യഹോവ നൽകി, യഹൂദരുടെ കാലഘട്ടം കഴിഞ്ഞ് ക്രിസ്ത്യാനിറ്റി തുടങ്ങിക്കഴിഞ്ഞതോടെ അതിന് സാങ്കത്യം നഷ്ടപ്പെട്ടുവെന്ന്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം അങ്ങനെ ആയിരുന്നില്ല. പഴയ നിയമത്തിലെ തിരുനാളുകളൊക്കെ പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന മഹാസംഭവങ്ങളുടെ നിഴലുകളായിരുന്നു. ടൈപ്പോളജി എന്നാണ് അതിന് പറയുന്നത്. ഞാൻ ടൈപ്പോളജി എന്താണെന്ന് പിന്നെ വിശദീകരിച്ചു കൊള്ളാം. അതുപോലെ തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ച് അനേകം പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം ഒന്നുപോലും തെറ്റാതെ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ പുതിയ നിയമത്തിൽ അവൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും നടന്നതോടെ പൂർത്തിയായി. 333 പ്രവചനങ്ങളാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഴയ നിയമത്തിലുള്ളത്. 333 പ്രവചനങ്ങൾ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ലോകത്തിന് വേണ്ടി നൽകിയിരുന്നു. അതായത് ഈ ജനിക്കാനിരിക്കുന്നതിന് ആകസ്മികമായിട്ട് ജനിക്കുന്നതല്ല. അവൻ വരുമ്പോൾ ഈ 333 പ്രവചനങ്ങളും പൂർത്തിയാക്കിയിട്ടായിരിക്കും അവൻ ജനിക്കുക എന്ന് ദൈവം ഉറപ്പിച്ച് അവൻ്റെ പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞതാണ്. നമുക്ക് പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ തോന്നും, 333 പ്രവചനങ്ങളല്ലേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ ഇതിനെക്കുറിച്ച് വലിയ ഒരു മാത്തമാറ്റീഷ്യൻ, സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിട്ടുള്ള പീറ്റർ ഡബ്ല്യു സ്റ്റോണർ ഒരു പ്രബന്ധം എഴുതി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് സയൻസ് സ്പീക്സ് എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പങ്കുവെക്കാൻ പോകുന്നത്. ഈ 333 പ്രവചനങ്ങളുള്ളതിൽ ഏതെങ്കിലും 8 എണ്ണം, വെറും 8 എണ്ണം ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ശരിയാകണമെങ്കിൽ, ആകെയുള്ളത് 333, അതിൽ 8 എണ്ണം ഏതെങ്കിലും മനുഷ്യൻ്റെ കാര്യത്തിൽ ശരിയാകണമെങ്കിൽ, ഇപ്പം ഈ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, അത് 10 എഴുതിയിട്ട് 17 0 ഇടുന്നതാണ് ആ അക്കം. അപ്പോൾ 1 in 100 ക്വാഡ്രില്യൺ എന്നൊക്കെയാണ് അതിന് പറയുക. ഇത്രയും വരുന്ന സംഖ്യയിൽ ഒരെണ്ണം റാൻഡമായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എത്ര കറക്റ്റ് ആകും? അത്ര സാധ്യത മാത്രമേ ഉള്ളൂ വെറും 8 എണ്ണം ഒരാളുടെ കാര്യത്തിൽ ശരിയാകാൻ. ഈ സംഖ്യ ചിന്തിക്കാൻ എളുപ്പമല്ല, ഇത് ചിന്തിക്കാൻ തീരെ എളുപ്പമല്ല. ഞാനതിൽ കുറച്ച് അക്കങ്ങൾ നീല നിറത്തിലിട്ടിരിക്കുന്നത് കണ്ടല്ലോ, അതെന്താണെന്ന് മനസ്സിലായോ? മനുഷ്യവർഗത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെയും ജനിച്ചു മരിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും എണ്ണമാണത്. 117 ബില്യൺ. നമുക്കറിയാം, ഇന്നിപ്പോൾ ഭൂമിയിൽ ആകെ ജീവിച്ചിരിക്കുന്ന 8 ബില്യൺ അതിനടുത്ത ആൾക്കാരാണല്ലോ. മനുഷ്യരായിട്ട് ഇതുവരെ ജനിച്ചിരിക്കുന്ന സകല മനുഷ്യരുടെയും എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ആ നീല നിറത്തിൽ കാണുന്ന അക്കങ്ങളുടെ അത്രയും മനുഷ്യരേ ഉള്ളൂ. അതിനേക്കാൾ എത്രയോ അധികമാണ് വെറും 8 ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ഒരു മനുഷ്യനിൽ ശരിയായി വരാനുള്ള സാധ്യത അത്ര കുറവാണ്. ഈ 333 പ്രവചനങ്ങളുള്ളതിൽ ഏറ്റവും അധികം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടത് അവൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 3 ദിവസങ്ങളിലാണ്. അതിൽ കുറേ എണ്ണമൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായ സംഗതി എന്താണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഗതി എന്താണ്? ക്രിസ്തുവിനെ കുറിച്ച് 333 പ്രവചനങ്ങളുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം ഒന്നൊഴിയാതെ അവൻ ജനിച്ചപ്പോൾ, അവൻ മരിച്ചതോടെ പൂർത്തിയായി. ഒരു വിധത്തിലും അത് പൂർത്തിയാവുക സാധ്യമല്ല. എന്നാൽ അവയെല്ലാം പൂർത്തിയായിട്ടാണ് യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത്. അത് അവൻ്റെ ജനനത്തിൻ്റെ ഒരു വശം. ഇതുപോലെ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ജനനവും മരണവും ഉത്ഥാനവും എല്ലാം അവയിലേക്ക് വിരൽ ചൂണ്ടുന്ന അനേകം സംഭവങ്ങൾ പഴയ നിയമത്തിൽ വേറെ ഉണ്ടായിരുന്നു, പ്രവചനങ്ങളല്ലാതെ. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ നിയമത്തിലെ തിരുനാളുകളാണ്. 7 പ്രത്യേക തിരുനാളുകളാണ് പഴയ നിയമത്തിൽ ഉള്ളത്. അതിൽ 6 എണ്ണം അനുഷ്ഠിക്കണമെന്ന് മോശയിലൂടെ ദൈവം ആവശ്യപ്പെട്ടത്. പിന്നെ മറ്റൊരു തിരുനാൾ. ഈ തിരുനാളുകളെക്കുറിച്ചും നമ്മളിന്ന് കാണും. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുക, ഇന്നത്തെ സെഷൻ നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇട്ട് പോവുകയാണ്. കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ആ സൈദ്ധാന്തികമായിട്ടുള്ള വശങ്ങളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് പീഡാനുഭവത്തെക്കുറിച്ചൊന്നും നമുക്ക് ധ്യാനിക്കാൻ പറ്റിയല്ല. ഇത് വളരെ അത്യാവശ്യമാണ്. ഈ അറിവിൻ്റെ ഒരു തലവും കൂടി ഉണ്ടെങ്കിൽ പീഡാനുഭവത്തെക്കുറിച്ചുള്ള നമ്മളുടെ ധാരണ വളരെ അധികമായിട്ട് വർദ്ധിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഇച്ചിരി വിഷമിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പഴയ നിയമം അനുശാസിക്കുന്ന 7 ബലികളുണ്ട്. ആ 7 ബലികളുടെയും പൂർത്തീകരണം ഈശോ മിശിഹായുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. മനുഷ്യപാപങ്ങൾക്ക് പരിഹാരമായി ഈശോ മിശിഹ തന്നെ അർപ്പിച്ച പെസഹ ബലിയിൽ പഴയ നിയമം ആവശ്യപ്പെട്ടിരുന്ന പെസഹ ബലിയുടെ പൂർത്തീകരണം മാത്രമല്ല, പെസഹ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 7 ബലികളിൽ ഒരെണ്ണം മാത്രമാണ് പെസഹ എന്ന് പറയുന്നത്. 7 തിരുനാളുകളിൽ ഒരെണ്ണം മാത്രമാണ് പെസഹ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ് ചിന്തിക്കാനായിട്ട് യേശു ക്രിസ്തുവിൻ്റെ ബലി പെസഹ ബലിയുടെ പൂർത്തീകരണമാണ് എന്ന്. ആണ്.
പക്ഷെ അത് മാത്രമല്ല, അതുകൂടാതെ മറ്റ് 6 ബലികളുടെയും കൂടെ പൂർത്തീകരണമാണ്. ഈ 6 ബലികളും പരസ്പരം വളരെ വ്യത്യസ്തവുമാണ്. പക്ഷെ അതെല്ലാം ഈ ഒരു ബലിയിലൂടെ പൂർത്തിയാകുക. അത് നമ്മൾ കാണാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങൾ കാണാം. ഞാൻ ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ 7 ബലികളെ പരിചയപ്പെടുത്തുക. അവയുടെ പ്രത്യേകതകൾ പറയുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഞാനിനി പിന്നീട് അടുത്ത ദിവസം പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്ന് നിങ്ങൾ കേൾക്കുന്ന പഴയ നിയമത്തിലെ ബലിയുടെ പ്രത്യേകതകളെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലെ ബലിയിലെ പല സംഭവങ്ങളുമായിട്ട് നിങ്ങൾക്ക് കൂടിച്ചേർക്കാൻ സാധിക്കും. അത് സാധിച്ചാൽ വളരെ നല്ലത്. കാരണം പിന്നീട് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങാനും വിട്ടുപോയാലും ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ അങ്ങനെ അതുകൂടെ കാണണം. ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഇതെങ്ങനെ ഈശോയുടെ കാര്യത്തിൽ സ്ഥാപിതമായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോദിക്കുകയും ചെയ്യാം. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധ വാര ധ്യാനം ചിന്തയിൽ ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളെങ്കിലും അറിയുക എന്നുള്ളതാണ്. ഞാനും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വിശുദ്ധ വാരം വരുമ്പോഴും ഞങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ സമയത്തും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടും. അതിനെക്കുറിച്ച് പിന്നീട് ഞാൻ സംസാരിച്ചോളാം. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനതിൻ്റെ ഒരു ഔട്ട്ലൈൻ തരാൻ ശ്രമിക്കുക. ഓശാന ഞായറാഴ്ചത്തെ ആ ദിവസം ഓശാനയിൽ സാധാരണ സംഭവിക്കാത്ത സുക്കോത്ത് എന്ന് പറയുന്ന വലിയൊരു ബലിയുണ്ട്. ആ ബലിയുടെ പൂർത്തീകരണം സംഭവിച്ചു ഓശാന ഞായറാഴ്ച. ഓശാന തിങ്കളാഴ്ച പെസഹായോടനുബന്ധിച്ച് ഒരു കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കണം. ആ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നത് കൂടാതെ പുരോഹിതന്റെ ദേവാലയ ശുദ്ധീകരണ കർമ്മമുണ്ട്, അതും സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണും കേട്ടോ വിശദമായിട്ട്. ഓശാന ചൊവ്വാഴ്ച യഹൂദ മതനേതൃത്വത്തെ കർത്താവ് വിലയിരുത്തുകയാണ്. യഹൂദ മതനേതൃത്വത്തിന് പാളിച്ചകൾ സംഭവിച്ചു. ഇനി അതിന് രക്ഷ സംരംഭമാക്കാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പുതിയ സംവിധാനത്തിൻ്റെ ആവശ്യകത കർത്താവ് വെളിപ്പെടുത്തുകയാണ് ചൊവ്വാഴ്ച. ഓശാന ബുധനാഴ്ച സ്പൈ വെനസ്ഡേ എന്നറിയപ്പെടുന്നത് ഒറ്റിക്കൊടുക്കലിൻ്റെ ബുധനാഴ്ച എന്നാണ്. നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ആ പറയുന്നതെന്ന്. വിശുദ്ധ വാരത്തിലെ ഓരോ ദിവസവും അനേകം വലിയ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, നമ്മളെ വല്ലാതെ സ്വാധീനിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ സമയക്കുറവ് കൊണ്ട് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നടന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ദുഃഖവെള്ളിയാഴ്ച നടന്ന സംഗതികൾ, അതിനോടനുബന്ധിച്ച് നടന്ന കുറേ സംഗതികളുടെ ഫലപ്രാപ്തി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതും കൂടെ മനസ്സിലാക്കാനാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച നമുക്കറിയാം യഥാർത്ഥമായ ഫലദായകമായ പുതിയ ഉടമ്പടിയുടെ പുതിയ കുഞ്ഞാടിൻ്റെ, കളങ്കമില്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ പുതിയ പെസഹയാണ് പെസഹ വ്യാഴാഴ്ച സംഭവിക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ചയാകുമ്പോഴേക്കും യോം കിപ്പൂർ എന്ന് പറയുന്ന ഒരു തിരുനാളുണ്ട്. യോം കിപ്പൂർ എന്ന തിരുനാളിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ദുഃഖവെള്ളിയാഴ്ച പൂർത്തിയാവും. ഈ ബലികളൊന്നും, ഞാനിപ്പോൾ ഈ പറഞ്ഞ തിരുനാളുകളൊന്നും യഹൂദ തിരുനാളുകളുടെ ഘടനയനുസരിച്ച് ഈ വെള്ളിയാഴ്ചയിൽ സംഭവിക്കേണ്ടതല്ല കേട്ടോ. ഇതിൽ പെസഹ മാത്രമേ ആ സമയത്ത് സംഭവിക്കാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം വർഷത്തിൻ്റെ മറ്റ് സമയങ്ങളിൽ സംഭവിക്കേണ്ടതാണ്. പക്ഷെ അവയുടെ എല്ലാം ഗുണങ്ങളെയും യോഗ്യതകളെയും ലക്ഷണങ്ങളെയും കർത്താവ് തൻ്റെ ഈ ഏക ബലിയിൽ ഒരു തിരുനാളിലേക്ക് കൊണ്ടുവന്നു. ദുഃഖശനി, ഒരുപക്ഷെ ഈശോയുടെ പീഡാനുഭവം സംബന്ധിച്ച് ഏറ്റവും അർത്ഥപൂർണമായ ദിവസം ദുഃഖശനിയാണ്. ഞാൻ വളരെ കുറച്ചേ ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടിട്ടുള്ളൂ. ദുഃഖശനിയോളം അർത്ഥപൂർണമായ ഫലദായകമായ ഒരു ദിവസം വിശുദ്ധ വാരത്തിലില്ല. ഹാരോയിങ് ഓഫ് ദ ഹെൽ എന്നാണ് അതിന് പറയുന്നത്. നരകത്തിലെ വിളവെടുപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കാണും. ഉയർപ്പ് ഞായർ നമുക്കെല്ലാം അറിയാവുന്ന പോലെ ആദ്യ ഫലങ്ങളുടെ തിരുനാൾ, പുത്തിരി തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ സംഭവിക്കുന്നതും തിരുനാളിൻ്റെ യോഗ്യതകൾ സംഭവിക്കുന്നത് ഉയർപ്പ് ഞായറാഴ്ച. ഇങ്ങനെ ഒത്തിരി അർത്ഥപൂർണമായ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഇതിൻ്റെ ആ ഔട്ട്ലൈൻ ആദ്യം തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിശദീകരിച്ച് പോകുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം എന്താ നമ്മൾ ഈ പറഞ്ഞു പോകുന്നതെന്ന്. നമ്മൾ പറഞ്ഞു പോകുന്നത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കണം. ടൈപ്പോളജി എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ടൈപ്പോളജി. ഈ ടൈപ്പോളജി എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്ന് വിശദീകരിക്കാം. പഴയ നിയമത്തിൽ സൂചനകളായി ദൈവം നൽകിയിരിക്കുന്ന പല സംഭവങ്ങളും പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങളുടെ സൂചനകളും നിഴലുകളുമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലപ്പോഴും ഈ ടൈപ്പോളജിയുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? പഴയ നിയമം നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് ഇതെന്താണ് ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത ഒരു ആചാരം ഇവിടെ കിടക്കുന്നത്, ഇതെന്താണ് ഇത് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. ആ സംശയം നമുക്ക് തീരണമെങ്കിൽ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് നടപ്പിൽ വന്നതെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് മനസ്സിലാകും ദൈവമായ കർത്താവ് ഇത് സംഭവിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ സൂചനയായിരുന്നു ഇത്. ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷം തങ്ങൾ
തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ചു വന്ന ആ തിരുനാളിന്റെ അർത്ഥം എന്തെന്ന് യഹൂദർ മനസ്സിലാക്കണമായിരുന്നു. അതിനുവേണ്ടിയാണ് പഴയ നിയമത്തിൽ അത് നൽകിയത്. പക്ഷേ യഹൂദർ വളരെ വലിയ ഒരു വിഭാഗം ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. ആ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് കാണും. അപ്പോൾ പലപ്പോഴും പഴയ നിയമത്തിൽ കാണുന്ന പല സംഗതികളും പിന്നീട് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ ടൈപ്പോളജി എന്ന് പറയുക. മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയത് അത് ടൈപ്പോളജിയാണ്. എന്തിന്റെ ടൈപ്പോളജിയാണ്? യേശുക്രിസ്തുവിന്റെ കുരിശുമരണം. അതുപോലെ മരുഭൂമിയിൽ മന്ന നൽകിയത് അത് ടൈപ്പോളജിയാണ്. ദിവ്യ കുർബാനയുടെ ടൈപ്പോളജിയാണത്. ഇതാണ് ടൈപ്പോളജി എന്ന് പറയുന്നത്. ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടൈപ്പോളജി, ഇങ്ങനെ കുറേ ടൈപ്പോളജി എക്സാമ്പിൾസും കൂടെ നമ്മൾ കാണും. പഴയ നിയമത്തിലെ ഓരോ വാക്കുകളും ഓരോ സംജ്ഞകളും ഓരോ സൂചനകളും പുതിയ നിയമത്തിൽ വരാനിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ് സത്യത്തിന്റെ പൊരുൾ എന്ന് നമ്മളെ തിരിച്ചറിയിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ടൈപ്പോളജിക്കലായിട്ടുള്ള സംജ്ഞകളെല്ലാം. അപ്പൊ ഇനി കാണാൻ പോകുന്ന കുറേ സംഗതികൾ: കുഞ്ഞാട്, കാഴ്ചയപ്പം, പുരോഹിതൻ, ദേവാലയം, ആദ്യഫലങ്ങള്, കൂടാരം, കൂടാരത്തിന് മുകളിൽ തെളിമയാർന്നു നിന്ന ദൈവത്തിന്റെ ഷെക്കേന, ദൈവത്തിന്റെ മഹത്വം, ഇതെല്ലാം ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു എന്ന് നമ്മളിങ്ങനെ കാണാൻ പോവുകയാണ്. കാണണം, അതാണ് ഉദ്ദേശം. അപ്പൊ അത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ലക്ഷ്യം ഇതാണ് എന്ന് നിങ്ങൾ കാണണം, മനസ്സിൽ കാണണം. മത്തായിയുടെ സുവിശേഷം 5:17 ഈശോ പറഞ്ഞൊരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. ഈശോ വന്നതോടെ ഈ യഹൂദ മതത്തിന്റെ എല്ലാ സംഗതികളും അങ്ങ് തുടച്ചു നീക്കി ഒരു പുതിയ ഒരു മതം അങ്ങ് സ്ഥാപിച്ചു എന്ന്. അങ്ങനെയല്ല. യഹൂദ വിശ്വാസത്തില്, യഹൂദ ബൈബിളിൽ ദൈവം, യഹോവയായ ദൈവം നൽകിയിരുന്നത് എല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്തത്. നിയമങ്ങളൊന്നും തെറ്റിക്കാനുള്ളതല്ല. നിയമങ്ങളുടെ അടിസ്ഥാനം എന്താ? ഡിവൈൻ ലോ ആണ്. ദൈവികമാണ് എല്ലാ നിയമങ്ങളും. അതിനെ പിന്നെ മാനുഷികമായിട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് മാനുഷിക നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. ഈ ഭൂമിയിൽ ഏതെങ്കിലും നിയമം നീതിയുടെ നിയമമാകണമെങ്കിൽ അത് ദൈവികമായ ഒരു നിയമത്തിന്റെ വ്യാഖ്യാനമായിരിക്കണം. ഇനി അങ്ങനെ അല്ല എങ്കിൽ ആ നിയമം ശരിയുമല്ല. നീ കൊല്ലരുത് ദൈവത്തിന്റെ നിയമമാണ്. ഇതിന് ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടത് നമ്മളാണ്. ഈ കൊല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ പോയിരുന്ന് പതിയിരുന്ന് ഒരു കത്തിയെടുത്ത് വെട്ടിക്കൊല്ലുന്നത് മാത്രമാണോ കൊല്ലൽ എന്ന് ചോദിക്കുന്നതാണ് മാനുഷികമായ ഇന്റർപ്രിട്ടേഷൻ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ എല്ലാ നിയമങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവികമാണ്. അതിന്റെ ശരിയായ മാനുഷിക വ്യാഖ്യാനങ്ങളാണ് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്ന മാനുഷിക നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ദൈവമാണ് നിയമം നൽകിയതെങ്കിൽ ദൈവം ഒരിക്കലും അതിനെ ലാപ്സാക്കുകയില്ല. നിയമം വരുന്നതോടെ വേറൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. നിയമം ഇല്ലെങ്കിൽ കുറ്റം ഉണ്ടാകുന്നില്ല, പാപം ഉണ്ടാകുന്നില്ല. അത് മനസ്സിലായല്ലോ? ഒരു നിയമം വരുന്നത് വരെ ക്രൈം അല്ല, നിയമം വരുന്നതോടെയാണ് അത് ക്രൈം ആകുന്നത്. അപ്പോ മനുഷ്യനെ കെണിപ്പെടുത്താൻ വേണ്ടിയാണോ നിയമം? അല്ല. കൂടുതൽ അവബോധം മനുഷ്യനുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ് നിയമം. നിയമങ്ങളിലൂടെയാണ് നമുക്ക് കൂടുതൽ തിരിച്ചറിവ് ലഭിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ ഈ നിയമം എന്ന് പറയുന്നത് പോലീസിനെ കാണുമ്പോൾ മാത്രം നമ്മൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നതല്ല നിയമം എന്ന് പറയുന്നത്. പോലീസ് ഇല്ലെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ഡ്രൈവ് ചെയ്യും എന്ന് പറയുന്നതാണ് നിയമത്തിന്റെ അനുഷ്ഠാനം എന്ന് പറയുന്നത്. അല്ലാത്തപ്പോൾ നിയമം അനുഷ്ഠിക്കുന്നില്ല നിങ്ങൾ. ഞാൻ പറയുന്നുണ്ടല്ലോ, ഇതൊരു വളരെ മാനുഷികമായ എക്സാമ്പിൾ പറയുക. ഇതുപോലെ നിയമം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് സാമൂഹ്യ നീതിക്ക്, ദൈവജനത്തിന്റെ സുഗമമായ മുന്നോട്ട് പോവലിന് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ ദൈവം നൽകിയ നിയമം ദൈവം ലാപ്സാക്കുകയല്ല. കാരണം ദൈവത്തിന്റെ ഏറ്റവും പ്രധാന ഗുണങ്ങളിൽ ഒന്ന് സെൽഫ് കോൺട്രഡിക്ടറി അല്ല എന്നുള്ളതാണ്. ദൈവം ഒരിക്കലും ഒന്ന് പറഞ്ഞിട്ട് പിന്നെ അത് ലാപ്സാക്കുകയല്ല. അങ്ങനെയുള്ള ദൈവങ്ങളെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആദ്യം ഒരു നിയമം വരും, ഒരാഴ്ച കഴിയുമ്പോൾ ദൈവം പറയും, അല്ല അതല്ല, അത് ലാപ്സാക്കി കേട്ടോ. എന്താ ദൈവം അത്രയ്ക്ക് പൊട്ടനാ? തമിഴ് സിനിമാടൻ ചോദിച്ചാൽ ഞാൻ എന്നാ പൊട്ടനാ എന്ന് ചോദിച്ച പോലെ ദൈവം അങ്ങനെ പൊട്ടനൊന്നുമല്ല, അങ്ങനെ മാറ്റമൊന്നുമില്ല. ദൈവം സ്ഥായിയാണ്. ദൈവം ഒരിക്കൽ നിന്ന് നിയമത്തെ ഒരിക്കലും മാറ്റിയല്ല. പിന്നെന്താ ദൈവം ചെയ്യുന്നത്? അതിനെ പൂർത്തീകരിക്കും. ഈശോ ചെയ്തത് അതാണ്. സകല പഴയ നിയമങ്ങളെയും പൂർത്തീകരിക്കുക ചെയ്തു. നമുക്കൊരിക്കലും സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈശോ തന്നെ പറഞ്ഞു, നിയമങ്ങൾ ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. ഇതിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നതിന് ക്രിസ്തുവിന്റെ പെസഹ ബലി അർപ്പണത്തിന്റെ വിവിധ തലങ്ങളെ അത് മനസ്സിലാക്കി യഹൂദ മതത്തിൽ അതിന്റെ സ്ഥാനം എന്തായിരുന്നു എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിനെ കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം ഞാൻ പറയാം, ഒരു 2 വാചകങ്ങൾ. ക്രിസ്തു ചരിത്രം തിരുത്തുകയല്ല, ചരിത്രത്തിലേക്ക് കടന്നു കയറുകയാണ് ചെയ്തത്. അവൻ ആചാരങ്ങളെ തുടച്ചു നീക്കിയില്ല, തൻ്റെ ദൈവിക സാന്നിധ്യം കൊണ്ട് അർത്ഥപൂർണമാക്കുകയായിരുന്നു. അവൻ ഒന്നും അവസാനിപ്പിക്കുകയായിരുന്നില്ല, രക്ഷയുടെ മഹാസുവിശേഷത്തിന്റെ അവസാനത്തെ അധ്യായം എഴുതി ചേർക്കുകയായിരുന്നു. ഒന്ന് ആലോചിക്കുക, എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്ന ആ സംഗതി. അപ്പൊ ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ യഹൂദ തിരുനാളുകളെ കുറിച്ച് നമ്മൾ പഠിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കൊളോസസ് 2:17
കാരണം ഇവയെല്ലാം വരാനിരിക്കുന്നവൻ്റെ വെറും പ്രതിച്ഛായകൾ മാത്രമായിരുന്നു. യാഥാർത്ഥ്യമാകട്ടെ ക്രിസ്തു. ഈ ഓരോ തിരുനാളുകളും ഉണ്ടല്ലോ വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലുകൾ മാത്രമായിരുന്നു. നിഴല് കണ്ടുകൊണ്ടിരുന്നിട്ട് ആൾക്കാർ കരുതി ഇത് സത്യമാണെന്ന്. നമ്മൾ സിനിമ കാണാൻ പോകുന്ന പോലെ വെറും നിഴലാണ്. യാഥാർത്ഥ്യമായത് വേറെ ഏതോ സ്ഥലത്താണ്. യാഥാർത്ഥ്യമായത് ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. യഹൂദർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 7 തിരുനാളുകളുണ്ട്. അതിൽ 3 തിരുനാളുകൾ പ്രത്യേക രീതിയിലുള്ളതാണ്. ഈ 3 തിരുനാളുകൾ ഷാലോഷ് റെഗാലിം എന്നാണ് ഇതിന് പറയുക. ഷാലോഷ് എന്ന് പറഞ്ഞാൽ 3, റെഗാലിം എന്ന് പറഞ്ഞാൽ നടപ്പ്, കാലടികൾ എന്ന് വേണമെങ്കിൽ പറയാം, ഫുഡ് സ്റ്റെപ്സ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഈ 3 തിരുനാളുകൾക്ക് പ്രായപൂർത്തിയായ എല്ലാ യഹൂദ പുരുഷന്മാരും ജെറൂസലേമിലെത്തിയിരിക്കണം. ലോകത്തിന്റെ ഏതു ഭാഗത്താണ് അവർ ജീവിച്ചിരിക്കുന്നതെങ്കിലും അവർ ജെറൂസലേമിലെത്തണം. ഷാലോഷ് റെഗാലിം, ഈ വാക്ക് നിങ്ങൾ ഓർത്തണം. ഷാലോഷ് റെഗാലിം, 3 തിരുനാളുകൾ ഷാലോഷ് റെഗാലിം ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു തിരുനാളിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പെസഹ. വെരി ഗുഡ്, അത് തന്നെ. ഈ ഷാലോഷ് റെഗാലിമിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട തിരുനാളാണ് പെസഹ. അന്ന് യഹൂദരെല്ലാവരും, പ്രായപൂർത്തിയായ പ്രത്യേകിച്ച് പുരുഷന്മാരായിട്ടുള്ള യഹൂദരെല്ലാവരും ജെറൂസലേമിലുണ്ടാവും. നിയമാവർത്തന പുസ്തകം 16:16 ആണ്ടിൽ 3 പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളുകളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. ഏതാ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലം? നമുക്കറിയാം, സിയോൻ, ജെറൂസലേം. അപ്പൊ ഏതൊക്കെയാണ് തിരുനാള്? ആണ്ടിൽ 3 പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം. ഈ 3 തിരുനാളുകളുടെ പേരാണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് പെസഹ എന്ന് പറയുന്ന പാസ് ഓവർ എന്നതിന് യഹൂദർ പറയുന്ന പെസാഖ് എന്നാണ്. അതിൽ നിന്നാണ് പെസഹ വന്നിരിക്കുന്നത്. പാസ്കൽ ഒക്കെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ്. പെസഹ കുഞ്ഞാടിനെ പാസ്കൽ ലാം എന്നാണല്ലോ പറയുന്നത്. അത് ഈ പെസാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഷവോത്ത്. ഈ ഷവോത്തിനെയാണ് നമ്മൾ ഇന്ന് പെന്തക്കുസ്ത എന്ന് പറയുന്നത്. പിന്നെ 3-ാമത്തേത് സുക്കോത്ത്. സുക്കോത്ത് എന്ന വാക്കിന്റെ അർത്ഥം ടബർനാക്കിൾ, ടെന്റ്, കൂടാരം എന്നാണ്. ഫീസ്റ്റ് ഓഫ് ബൂത്ത്, ഫീസ്റ്റ് ഓഫ് ടബർനാക്കിൾസ്, ഫീസ്റ്റ് ഓഫ് ടെൻസ് എന്നൊക്കെ പറയുന്നു. കൂടാര തിരുനാള് ഇതൊക്കെ നമ്മൾ കാണും കേട്ടോ. അതിൽ ആ വരുന്ന സമയം നിങ്ങൾ നോക്കിയേ. പെസാഖ് വരുന്നത് മാർച്ച് ഏപ്രിൽ മാസത്തില്, ഷവോത്ത് വരുന്നത് മെയ് ജൂൺ മാസത്തില്, സുക്കോത്ത് വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തില്. ആ മാസം പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാ? വർഷത്തിന്റെ വിവിധ കാലങ്ങളിൽ സംഭവിക്കുന്ന എല്ലാ തിരുനാളുകളുടെയും യോഗ്യതകൾ പെസഹ തിരുനാളിൽ കൊണ്ടുവന്നു നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ സമയം പ്രത്യേകിച്ച് കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി പെസഹ, പാസ് ഓവർ. പുറപ്പാടിന്റെ പുസ്തകം 12, ലേവ്യ 23, നിയമാവർത്തനം 16 വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. പെസഹായിക്ക് 2-3 പ്രധാന പ്രത്യേകതകളുണ്ട്. പെസഹായെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് വ്യാഴാഴ്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ വിശദമായിട്ട് കാണും. ഇപ്പം നമ്മൾ ഔട്ട്ലൈൻ മാത്രമാണ് കണ്ടുപോകുന്നത്. അപ്പോൾ പെസഹായുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് പെസഹ ഭക്ഷണം തന്നെയാണ്. സെദർ എന്നാണ് അത് അറിയപ്പെടുന്നത്. സെദർ, പെസഹ ഭക്ഷണം. എന്താണ് ഈ പെസഹ ഭക്ഷണം എന്ന് പറയുന്നത്? പെസഹായിക്ക് വേണ്ടി നേരത്തെ തിരഞ്ഞെടുത്ത് അറുക്കപ്പെട്ട കുഞ്ഞാടുണ്ടല്ലോ, അതിനെ ഭക്ഷിക്കുന്നത്, അതൊരു ഭാഗം. പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഗതിയുണ്ട് ഇതിനകത്ത്. മത്സ എന്ന് പറയുന്ന പുളിപ്പില്ലാത്ത അപ്പം, പുളിപ്പില്ലാത്ത അൺഫെർമെന്റഡ് ആയിട്ടുള്ള അപ്പം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പിന്നീട് കാണും അതിനെക്കുറിച്ച്. കൂടെ കയ്പുള്ള ചെടികളും കഴിക്കണം. വളരെ അർത്ഥപൂർണമാണ് ഈ ഓരോ ഭക്ഷണവും. അതിനൊക്കെ വലിയ അർത്ഥതലങ്ങളുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളെന്നാണ് ഈ തിരുനാളിനെ വിളിക്കുന്നത് യഹൂദര്. അതിന് കാരണം എന്താ വെച്ചാൽ ഖമത്സ് എന്നാണ് ഈ പുളിപ്പിന് യഹൂദ ഭാഷയിൽ, ഹെബ്രായ ഭാഷയിൽ പറയാ ഖമത്സ്. നിങ്ങൾക്കറിയാലോ പുളിപ്പ് എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. കാരണം പുളിപ്പില്ലാത്ത ഭക്ഷണം നമുക്കില്ല. നിങ്ങൾ കടയിൽ നിന്ന് ബ്രെഡ് മേടിച്ചാൽ അത് പുളിപ്പിച്ചാൽ പോവാം. നിങ്ങൾ ബന്ന് മേടിച്ചാൽ പുളിപ്പിച്ചതാണ്. നിങ്ങൾ കേക്ക് മേടിച്ചാൽ പുളിപ്പിച്ചതാണ്. നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ബ്രെഡുകളും പുളിപ്പിച്ചതാണ്. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റിയല്ല. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല അവസ്ഥ. പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം. 7 ദിവസം യഹൂദ ഭവനങ്ങളിൽ ഒന്നും പുളിപ്പുണ്ടാവാൻ പാടില്ല. 7 ദിവസത്തെ തിരുനാളാണത്. ഒരാഴ്ച യഹൂദ ഭവനങ്ങളിൽ ഒന്നും പുളിപ്പുണ്ടാവുകയില്ല, ഖമത്സ് ഉണ്ടാവുകയില്ല. 7 ദിവസത്തെ ഈ തിരുനാള്, പുറപ്പാട് 13:7, 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ. പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത്. പുളിമാവ് നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടാകരുത്. യഹൂദർ മാത്രമല്ല കേട്ടോ, യഹൂദ ദേശത്ത് താമസിക്കുന്ന പുറജാതിയുടെ വീട്ടിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ഖമത്സ് ദേശത്ത് നിന്നും മാറ്റിക്കളയണം. എന്തുകൊണ്ട്?
പുറപ്പാട് 12:39. ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോകുന്ന മാവ് പുളിപ്പിക്കാത്തതായിരുന്നതിനാൽ അവർ പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. തിടുക്കത്തിൽ പുറത്താക്കപ്പെട്ടവരായിരുന്നതിനാൽ യാത്രയ്ക്കായി ആഹാരം ഒരുക്കാൻ അവർക്ക് സമയം ലഭിച്ചില്ല. ഒരുക്കത്തിൻ്റെ ഭക്ഷണമല്ല പുളിപ്പില്ലാത്ത അപ്പം എന്ന് പറയുന്നത്. നല്ലൊരു ഭക്ഷണം രുചിയോടെ പാകം ചെയ്ത് കഴിക്കാനുള്ളതല്ല ഖമറ്റ്സ് ഇല്ലാത്ത പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്ന് പറയുന്നത്. അത് തിടുക്കപ്പെട്ട് കഴിക്കേണ്ടതാണ്. നമുക്കറിയാലോ, ഇതിനകത്തൊക്കെ ടൈപ്പോളജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തായിരിക്കും ഇവിടെ ഈ പുളിമാവ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നമ്മുടെ പാപങ്ങളാണ്. യഹൂദ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റേണ്ടതാണ് പാപം എന്നുള്ളതിൻ്റെ ടൈപ്പോളജിക്കൽ സിംബോളിക്കലായിട്ടുള്ള പ്രസന്റേഷനാണ്. പുളിമാവ് ഉണ്ടാകരുത് എന്ന് പറയുന്നത് നമ്മുടെ അഹന്തയെയും കോപത്തെയും നമ്മുടെ മനസ്സിലെ അധമ വികാരങ്ങളെയും മാറ്റിയിട്ട് വേണം കർത്താവിൻ്റെ നീതീകരണത്തിൻ്റെ പെസഹായിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ എന്ന് പറയുന്നതാണ്. ഇതായിപ്പോൾ അടുത്ത ദിവസം മുതൽ ഇവിടെ മുഴുവൻ കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്തുകൊണ്ടാണ് അത്? യോഗ്യതയോടെ വേണം ഈ അപ്പത്തിൽ പങ്കുചേരാൻ. യോഗ്യതയോടെ അല്ലാതെ ഈ അപ്പത്തിൽ പങ്കുചേരുന്നവർക്ക് അതിൻ്റെ കൃപ ലഭിക്കുകയില്ല എന്നല്ല സെന്റ് പോൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും. ശിക്ഷാവിധിക്ക് കാരണമായി തീരും. അത് മരണത്തിന് കാരണമായി തീരും. ആത്മീയവും ശാരീരികവുമായ മരണത്തിന് കാരണമായി തീരും. യോഗ്യതയോടുകൂടി വേണം അത് ഭക്ഷിക്കാൻ. അതുകൊണ്ട് പുളിമാവ് നീക്കം ചെയ്യണം. പുളിമാവ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പപാത്രത്തിലെ പുളിമാവ് മാത്രമല്ല, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ ദേശത്ത് നിന്ന് പുളിമാവ് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ വ്യക്തിപരമായി ജീവിതങ്ങളെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്നതാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് തന്നെ പാപത്തിന്റെ പുളിമാവിനെ മാറ്റിക്കളയണം എന്നാണ്. പാപം പുളിമാവ് പോലെ, പുളിമാവ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ശരിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. മാവിൽ നിങ്ങൾ ഈസ്റ്റ് ഇട്ടു, അത് പുളിച്ചു വരുന്നത് നമുക്കറിയാം. പക്ഷെ അതെങ്ങനെയാ ആ പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. ഇതുപോലെയാണ് പാപവും. പാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ അതവിടെ വെറുതെ ഇരിക്കുകയില്ല. അത് അവിടെ ഇരുന്ന് ഇങ്ങനെ കാർന്നു തിന്നുകൊണ്ടിരിക്കും. അത് ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയിൽ ഒരു പാപം പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഐഡിയലായിരിക്കുകയില്ല, അനങ്ങാതിരിക്കുകയില്ല. അത് സാവകാശം വളർന്ന് നമ്മളെക്കാളും വലുതായിട്ട് അത് നമ്മളെ വിഴുങ്ങും. കായേൻ പാപം ചെയ്യാനായി തയ്യാറെടുക്കുന്ന സമയത്ത് തന്നെ യഹോവ കായേൻ ഒരു നിർദ്ദേശം കൊടുക്കും, ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കായേൻ, പാപം നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു, പാപം നിന്നിൽ കണ്ണുവെച്ചിരിക്കുന്നു, അത് നിന്നെ കീഴടക്കാതെ നീ സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. വളരെ അർത്ഥപൂർണമായ ഒരു വാക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കും, അന്നത്തെ കാലത്ത് എങ്ങനെ ആ മനുഷ്യർക്ക് അത് എഴുതി വെക്കാൻ പറ്റി? കാരണം യഹോവയുടെ പരിശുദ്ധാത്മാവല്ലോ ബോധ്യപ്പെടുത്തുന്നത്. പാപം നിന്റെ മേൽ കണ്ണുവെച്ചിരിക്കുന്നു, നീ അതിന് കീഴ്പ്പെടാതിരിക്കാനായി അങ്ങോട്ട് പോയി അതിനെ കീഴടക്കുക. സിൻ ഈസ് ലാർക്കിംഗ് അറ്റ് യുവർ ത്രഷോൾഡ്. നിന്റെ വീടിന്റെ പതിവാതിൽക്കൽ പാപം പതിയിരിക്കുന്നു, നീ അങ്ങോട്ട് പോയി അതിനെ പരാജയപ്പെടുത്തുക. ഒരു യുദ്ധമാണിത്. പുളിമാവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. 1 കൊരിന്തോസ് 5:6-8. അല്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ? നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുവിൻ. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. പെസഹായ്ക്ക് എന്താ വേണ്ടത്? പുളിപ്പ് മുഴുവൻ നീക്കണം സമൂഹത്തിൽ നിന്ന്. നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ പൗലോസ് എഴുതുന്ന സമയം നമുക്കറിയാമല്ലോ. ക്രിസ്തുവിനെ ബലിയർപ്പണം കഴിഞ്ഞിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക. പൗലോസ് ചോദിക്കുക, നിങ്ങൾ എന്താ കരുതിയത്? രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തത് കൊണ്ട്, റോമാക്കാരുടെ കരങ്ങളിൽ പെട്ടുപോയത് കൊണ്ട് അവരെ കുരിശിൽ തറച്ചെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അങ്ങനെ കരുതാൻ മാത്രം വിഡ്ഢിത്തം നമുക്കില്ല ഏതായാലും ഇന്ന്. അപ്പൊ പൗലോസ് പറയാം, അങ്ങനെയല്ല. പുതിയ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അവൻ അറുക്കപ്പെട്ടു. അതിൽ യോഗ്യതയോടെ പങ്കെടുക്കാനായിട്ട് പുളിമാവിനെ നമ്മൾ നീക്കണം. അതിനാൽ അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട് നമുക്ക് തിരുനാൾ ആഘോഷിക്കാം. ഏതാ പുളിപ്പില്ലാത്ത അപ്പം? വിശുദ്ധമായ ഹൃദയം, നിങ്ങളുടെ ജീവിതങ്ങൾ, നിങ്ങളുടെ ആത്മാവ്. അതുകൊണ്ട് എന്ത് വന്നാലും വർഷത്തിൽ ഒരിക്കലും കുമ്പസാരിച്ചില്ലെങ്കിലും പെസഹായോടനുബന്ധിച്ച്, വിശുദ്ധവാരത്തോടനുബന്ധിച്ച് നമ്മൾ കുമ്പസാരിക്കണമെന്ന് സഭ പറയുന്നത്. വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ടതല്ല കേട്ടോ ഈ കുമ്പസാരം എന്ന് പറയുന്നത്. ഏറ്റവും നല്ലത് ആഴ്ചയിലൊരിക്കൽ ചെയ്യുന്നതാണ്. 2 ആഴ്ചയുടെ അപ്പുറം പോകുന്നത് അപകടകരവുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പൗലോസ്ലീഹ നമ്മൾ കാണുന്നു വളരെ കൃത്യമായിട്ട് പഴയ നിയമത്തിലെ പെസഹായുമായിട്ട് ബന്ധിപ്പിക്കുക. യഹൂദർക്കറിയാം ഖമറ്റ്സ് മാറ്റുക എന്ന് പറയുന്നത്, പുളിപ്പ് മാറ്റുക എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല ആത്മീയമായിട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നും അഹന്തയെയും പാപത്തെയും പാപസാഹചര്യങ്ങളെയും അഹന്തയുടെ പാപത്തിന്റെ ഈജിപ്തിന്റെ സ്വാധീനത്തെ ഒഴിവാക്കുകയാണ് എന്ന് യഹൂദർക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു.
ഖമെറ്റ്സ് നീക്കി കളഞ്ഞ ഭക്ഷണത്തിന് എന്താ പറയുക? മത്സ. മത്സ എന്ന് പറഞ്ഞാൽ പുളിപ്പില്ലാത്ത അപ്പം, അല്പം പോലും പുളിപ്പില്ലാത്തത്. ഈ മത്സ സ്വീകരിക്കുമ്പോൾ നമ്മൾ വീണ്ടും ദൈവാശ്രയത്തിലേക്ക് മടങ്ങി വരുന്നു. മത്സ, ഖമെറ്റ്സ്, ഇത് രണ്ടിൽ ഏതിനായിരിക്കും രുചി? പുളിപ്പിക്കാത്ത അപ്പത്തിനാണോ പുളിപ്പിച്ച അപ്പത്തിനാണോ രുചി? പുളിപ്പിച്ചതാണ് രുചി. നേരെ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കുക്കിംഗ് അറിയത്തില്ലെന്ന് ഞാൻ മനസ്സിലാക്കും. പുളിപ്പിച്ച അപ്പത്തിനാണ് രുചി. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിലെ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു പുളിപ്പിച്ച അപ്പം എന്ന് പറയുന്നത്. അതോടെ രുചി മാറി, ഭക്ഷണത്തിന്റെ രുചി മാറി. ഭക്ഷണം പുളിപ്പിക്കാൻ സമയവും സൗകര്യവും ഇല്ലാത്തവന്റെ ഭക്ഷണമാണ് മത്സ. നിങ്ങൾക്ക് എങ്ങനെയാ പുളിപ്പിച്ച അപ്പം ഉണ്ടാക്കാൻ പറ്റുക? നിങ്ങളുടെ വീട്ടിൽ ആവശ്യത്തിന് ധാന്യമുള്ളപ്പോൾ, ഭക്ഷണത്തിന് മുമ്പേ തന്നെ ധാന്യപ്പൊടി ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പുളിപ്പിച്ച അപ്പം ഉണ്ടാക്കാൻ പറ്റൂ. നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ സമയത്ത് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുന്ന ധാന്യപ്പൊടിയാണെങ്കിൽ അത് പുളിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഭക്ഷണം ഒരുക്കാൻ സാവകാശവും സൗകര്യവും ഉള്ളവന്റെ ഭക്ഷണമാണ് ഖമെറ്റ്സ്, പുളിപ്പിച്ച അപ്പം. അതില്ലാത്തവന്റെ ഭക്ഷണമാണ് മത്സ എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ ആ വരവിന്റെ ആ സ്പീഡ്, അതാണ് അത് കാണിക്കുന്നത്, ദൈവം നമ്മളിലേക്ക് വരുന്നതിന്റെ. ഇതിനെക്കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 12:11 ഇപ്രകാരമാണത് ഭക്ഷിക്കേണ്ടത്: അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കയ്യിലേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം, കാരണം അത് കർത്താവിന്റെ പെസഹയാണ്. ഇതൊക്കെ വ്യാഴാഴ്ച കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് ഞാൻ ഇപ്പൊ പെട്ടെന്ന് കടന്നു പോവുകയാണ് കേട്ടോ. ദൈവം നൽകുന്ന സമ്പന്നതയിൽ ദൈവത്തെ മറന്നു പോകാതിരിക്കാനുള്ള ഭക്ഷണമാണ് മത്സ. നിന്റെ പദ്ധതികളുടെ മാവ് പുളിക്കും മുമ്പ് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന്റെ അടയാളമാണ് മത്സ. ചിന്തിച്ചു നോക്കുക ഇതിനെക്കുറിച്ചൊക്കെ. ഓരോ വാചകത്തിൽ ഞാൻ ഈ പറഞ്ഞു പോകുന്നതിന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിയമാവർത്തനം 16:1-3 അബീബ് മാസം ആചരിക്കുകയും നിന്റെ ദൈവമായ കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക. അബീബ് മാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത്. കർത്താവ് തന്റെ ശക്തമായ ഭുജം കൊണ്ട് രാത്രിയിൽ ആരും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത്, ഈജിപ്തുകാർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത്, യഹൂദർ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, വേഗം പുറപ്പെടുക, ഇന്ന്, ഇപ്പോൾ. അതുകൊണ്ടാണല്ലോ അവർക്ക് പുളിപ്പിച്ച അപ്പം കയ്യിലെടുക്കാൻ സാധിക്കാതെ പോയത്. അപ്പം പുളിപ്പിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുറപ്പെടുക. മറ്റാരും ഈജിപ്തിൽ നിന്നും ഇസ്രയേലിനെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് ഒരിക്കലും അവകാശപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അതങ്ങനെ സംഭവിച്ചത്. അല്ലായിരുന്നുവെങ്കിൽ ആൾക്കാർക്ക് പറയാമായിരുന്നു, ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നോക്ക് പുളിപ്പിച്ച അപ്പം പോലും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇല്ല, ആരും പ്രതീക്ഷിക്കാത്തിടത്ത് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ഈജിപ്തിലെ ഇരുണ്ട രാത്രിയിൽ മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഇരുണ്ട യാമങ്ങളിലാണ് കർത്താവായ യഹോവയുടെ ശക്തമായ കരം പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്, പ്രവർത്തിക്കുന്നത്. ഇവിടെയാണ് മത്സ എന്ന് പറയുന്നതിന്റെ അർത്ഥം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ അർത്ഥം. നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹ ബലി അർപ്പിക്കണം. എല്ലാ കാലത്തേക്കുമായിട്ട് യഹൂദർക്ക് കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനയത്. നിന്റെ ഇതെല്ലാം കഴിഞ്ഞ് നീ നിന്റെ സമ്പന്നതയുടെ നാട്ടിലെത്തും, കാനാനിലെത്തും. അവിടെ നീ അധ്വാനിക്കാത്ത ഫലം നീ ഭക്ഷിക്കും. പാലും തേനും ഒഴുകുന്ന നാട്, ആടുമാടുകൾ തന്നെ പെറ്റുപെരുകും. നിന്റെ ആലയിൽ കൊള്ളാത്തത്ര ആടുമാടുകൾ നിനക്കുണ്ടാകും. അപ്പോൾ ദൈവത്തെ മറക്കരുത്. കർത്താവ് പറഞ്ഞ ദിവസം തന്നെ ആടുമാടുകളിൽ നിന്ന് മൂലമറ്റ ഏറ്റവും ലക്ഷണം തെളിഞ്ഞ ആട്ടിൻ കുഞ്ഞിനെ തിരഞ്ഞെടുക്കണം. ഇതൊക്കെ നമ്മൾ കാണാൻ പോവുക എന്താണ് അതിന്റെ അർത്ഥമെന്ന്. അപ്പോൾ ഒന്നുകാര്യം നീ ശ്രദ്ധിക്കണം, അവയോടുകൂടെ പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. കുഞ്ഞാടുണ്ടല്ലോ, അറക്കപ്പെട്ട കുഞ്ഞാടിനോടൊപ്പം പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എന്തിയാ ദൈവശാസ്ത്രം. ദീപകുർബാന നമ്മൾ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. പുളിപ്പുള്ള അപ്പവുമായിട്ടാണോ പുളിപ്പുള്ള ഹൃദയവുമായിട്ടാണോ ദിവ്യകുർബാന സ്വീകരിക്കേണ്ടത്? 7 ദിവസം യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് യാതനയുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെ പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത്. ഈ യാതനയുടെ അപ്പം, ക്ലേശത്തിന്റെ അപ്പം കേട്ടിട്ടുണ്ടോ? ആ ഒരു സംജ്ഞ പഴയ നിയമത്തിൽ എപ്പോഴും വരുന്ന, യഹൂദ തത്വചിന്തയിൽ എപ്പോഴും വരുന്ന ഒരു മോട്ടീഫാണ് ക്ലേശത്തിന്റെ അപ്പം, കഷ്ടതയുടെ അപ്പം എന്ന് പറയുന്നത്. ലഹം ഓനി എന്നാണ് അതിന് പറയുക. ലഹം ഓനി. ലഹം എന്ന് പറഞ്ഞാൽ അപ്പം, ഓനി എന്ന് പറഞ്ഞാൽ ദുരിതം, കഷ്ടത, കഷ്ടപ്പാട്, സങ്കടം. ഈ ലഹം ഓനി എന്ന് പറയുന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, കഷ്ടപ്പാടുകളെല്ലാം കഴിഞ്ഞ്, എല്ലാ അപകടങ്ങളും കഴിഞ്ഞ് സുരക്ഷിതമായിരിക്കുമ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, അത് നല്ലൊരു ആസ്വദിക്കുന്ന ഭക്ഷണമാണല്ലോ. പക്ഷേ യഹൂദ തത്വചിന്തയുടെ ആ ആഴം നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴാണ്.
സുരക്ഷിതമായിരുന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ അവർ വിളിക്കുന്നത് ലഹം ഓനി എന്നാണ് വിളിക്കുന്നത്. കഷ്ടതയുടെ അപ്പം എന്നാണ് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ കഷ്ടതയുടെ അപ്പം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ദുരിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന അപ്പത്തെയല്ലേ കഷ്ടതയുടെ അപ്പം എന്ന് പറയേണ്ടത്. പക്ഷേ യഹൂദര് ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് സുരക്ഷിതമായിട്ട് കഴിക്കുന്ന അപ്പത്തിന് പറയുന്നതാണ് ലഹം ഓനി എന്നുള്ളത്. കാരണം എന്താണെന്നറിയാമോ? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ വീണ്ടെടുപ്പിന്റെ ഓർമ്മ, ഈ രക്ഷപ്പെട്ടതിന്റെ ഓർമ്മയുണ്ടല്ലോ, അതിന്റെ പിന്നിൽ നടന്ന മഹാദുരന്തങ്ങളിൽ നിന്നും വ്യത്യസ്തമല്ല. അത് ഇതിനോട് ചേർന്ന ആ മഹാദുരന്തങ്ങളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ നല്ല അപ്പം എന്നുള്ള അർത്ഥം എപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവരതിന് വിട്ട പേരെന്താണെന്നറിയോ? സന്തോഷത്തിന്റെ അപ്പം എന്നല്ല വിളിക്കുക, ലഹം ഓനി, കഷ്ടതയുടെ ദുരിതത്തിന്റെ അപ്പം എന്നാണ് അതിനെ വിളിക്കുക. ഇത് മാത്രമല്ല, ഈ ലഹം ഓനി കഴിക്കുന്ന സമയത്ത് കുടുംബത്തിന്റെ നാഥൻ പറയുന്ന വാക്കുണ്ട്, അത് വളരെ അർത്ഥപൂർണമാണ്. ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അത് വെറുതെ കിട്ടിയതല്ല. അതിന്റെ പിന്നിൽ കഷ്ടതയും വേദനയും കഷ്ടപ്പാടും ചോരയും നമ്മുടെ ജീവിതത്തിന്റെ ദുരിതങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ ഫലമായിട്ടാണ് ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, പാപത്തിൽ നിന്ന് മോചനം, അച്ഛൻ്റെ അടുത്ത് പോയിട്ട് കുമ്പസാരിച്ചിട്ട് പൂർണ്ണ തൃപ്തിയോടെ നമ്മൾ ഈ ഇറങ്ങി വരുന്ന ഈ സ്വാതന്ത്ര്യം, ദാറ്റ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. വെറുതെ കിട്ടിയതല്ല അത്. ഇതെല്ലാം പഴയ നിയമത്തിലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെല്ലാം വളരെ കൃത്യമായിട്ടുണ്ട്. കുടുംബനാഥൻ പറയും, ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. ദുരിതം ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ് ഈ സന്തോഷം. ആലോചിച്ച് നോക്കിയ അതിന്റെ അർത്ഥതലങ്ങള്. കഷ്ടപ്പാടുണ്ടല്ലോ, അത് ഗർഭം ധരിച്ച് പ്രസവിച്ചതാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. ഇത് വേദനയിൽ പിറന്നതാണ്. ദൈവം നൽകുന്ന വിമോചനം അത് ദാനമാണ്, കൃപയാണ്, അർഹതപ്പെട്ടതല്ല. ഇതാണ് ഇസ്രായേലിന്റെ ആത്മാവിനെ വലിയ എളിമയിൽ വർദ്ധിപ്പിക്കുന്ന ചിന്തയാണ് ലഹം ഓനി എന്ന് പറയുന്ന വലിയ സങ്കല്പം. ലഹം ഓനിയാണ് നമ്മൾ കഴിക്കുന്നത് ദിവ്യകുർബാനയിൽ. ഓരോ പ്രാവശ്യം ദിവ്യകുർബാന കഴിക്കുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിൽ പറയണം, ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. ഞാൻ ഈ അപ്പം യോഗ്യതയോടെ കഴിക്കാൻ വേണ്ടി ഒരുവൻ കുരിശിൽ പിടഞ്ഞ് മരിച്ചിട്ടുണ്ട്, ഒരുവൻ ചാട്ടവാറടി ഏറ്റിട്ടുണ്ട്, അവൻ ഗത്സമേനിൽ പീഡ അനുഭവിച്ചിട്ടുണ്ട്. ദിസ് ഫ്രീഡം വാസ് നോട്ട് ഫ്രീ. ലഹം ഓനി കഴിക്കുന്നതിനെ കുറിച്ച് പറയും, യഹൂദർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ അവരുടെ കൈ വിറയ്ക്കും. കാരണം ഓരോ വായും അവർ കടിക്കുമ്പോൾ അവരോർക്കുക അവരുടെ പിതാക്കന്മാർ അനുഭവിച്ച വലിയ പീഡനങ്ങളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും. യഹൂദ ജീവിത ചരിത്രം മുഴുവൻ അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, ഓഷ്വിറ്റ്സിലെ തടങ്കൽ പാളയങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് യഹൂദരെ കൊല്ലപ്പെട്ടപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു അവർക്ക്. ലോകത്തിൽ ഒരു വർഗത്തിനും ഇല്ലാത്ത പ്രതീക്ഷയാണ് യഹൂദർക്ക്. ലോകത്തിൽ ഇവരെ പോലെ പീഡിപ്പിക്കപ്പെട്ട ഒരു വർഗമില്ല. ലോകത്തിലുള്ള സകല ജനതകളും അവരെ പീഡിപ്പിച്ചു. അവർ ചെന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പീഡിപ്പിക്കപ്പെട്ടു. യഹൂദന്റെ കണ്ണുനീരും രക്തവും വീഴാത്ത ഒരു തെരുവും യൂറോപ്പിലെങ്ങുമില്ല. യൂറോപ്പിന്റെ തെരുവുകളെ മുഴുവൻ അവന്റെ രക്തം കൊണ്ട് കഴുകാൻ മാത്രം പീഡ അവൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ലഹം ഓനിയാണ് കഴിക്കുന്നത്, അതിനവസാനം സന്തോഷമുണ്ടാകുമെന്ന്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? ഈ പഴയ നിയമത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങളുള്ള അവരുടെ വിശ്വാസം. പക്ഷെ അതിന്റെ പൂർത്തീകരണം വന്നപ്പോൾ എന്തുകൊണ്ടോ അവർക്കത് പിടികിട്ടിയില്ല, അവർക്കതിന്റെ ഭാഗ്യം ലഭിച്ചില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറെ ആൾക്കാർക്കെങ്കിലും. ഇനി ഈ ലഹം ഓനി എന്ന് നമ്മൾ പറഞ്ഞ പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടല്ലോ, കത്തോലിക്ക സഭയിലെ ദിവ്യകുർബാന പുളിപ്പുള്ള അപ്പമാണോ പുളിപ്പില്ലാത്ത അപ്പമാണോ? അത് വലിയൊരു ദൈവശാസ്ത്രമാണത്. ഇപ്പോൾ അത് വിശദീകരിക്കാൻ സമയമില്ല. മറ്റ് സഭകളിൽ, ചില ഈസ്റ്റേൺ സഭകളിൽ അങ്ങനെയല്ല. അത് തെറ്റല്ല കേട്ടോ, അതിന് വേറൊരു അർത്ഥതലമാണ് അവർ കാണുന്നത്. രുചിയില്ലാത്ത, ഇറക്കാൻ വിഷമമുള്ള, ലഹം ഓനിയായിട്ടുള്ള, മത്സ്യയായിട്ടുള്ള, പുളിപ്പിക്കാത്ത അപ്പമായിട്ടുള്ള ദിവ്യകുർബാന പക്ഷേ സ്വാതന്ത്ര്യവും സമാധാനവും ഫ്രീഡവും ഒരിക്കലും മറ്റൊന്നും നൽകാനാവാത്ത നൽകുന്നു. ഞാൻ നോട്ട്സ് എഴുതിയപ്പോൾ ഒരു 36 പേജിൽ നിന്ന് തീർക്കാനാണ് എഴുതിയിരുന്നത്. ഇപ്പോൾ എത്ര 4ാമത്തെ പേജ് കണ്ട് എത്തിയിരുന്നു തോന്നുന്നുണ്ട്. സാരമില്ല, നമ്മൾ അക്കത്തിനെ നിർത്തും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പിന്നെ കാണാം. ലൂക്കാസ് വിശേഷം 22:1 പെസഹ എന്ന് വിളിക്കപ്പെടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ അടുത്തു. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ എന്ന് പറയുന്ന അടുത്ത ദിവസമാണ്. ലൂക്കായ്ക്ക് തെറ്റിയോ അത്? ഇപ്പം നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ സംശയം മാറും. തെറ്റിയിട്ടില്ല സത്യത്തിൽ. പെസഹ എന്ന് പറയുന്നത് 7+1 അങ്ങനെ 8ാമത്തെ ദിവസമാണ്. അത് നമുക്ക് ആ പെസഹയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കൃത്യമായാണ്. നിങ്ങൾക്ക് ചില സംശയം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ച് പോയിന്നേ ഉള്ളൂ. യഹൂദരുടെ ദിവസം തുടങ്ങുന്നതിനെക്കുറിച്ച് ഒരു സൂചനകൾ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. യഹൂദരുടെ ദിവസം തുടങ്ങുന്നത് വളരെ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഭയങ്കര വിഷമമുള്ള ഒരു സംഗതിയാണ്. നമുക്ക് ദിവസം തുടങ്ങുന്നത് രാത്രി 12 മണിക്കാണല്ലോ. 6 മണി, നമ്മൾ രാവിലെ 6 മണി എന്ന് പറയുമ്പോൾ പ്രഭാതമായി. അങ്ങനെയാണ്. യഹൂദർക്ക് അങ്ങനെയല്ല.
യഹൂദർക്ക് ദിവസം തുടങ്ങുന്നത്, തെറ്റിദ്ധരിക്കരുത്, കൃത്യമായിട്ട് ഓർക്കുക, ദിവസം തുടങ്ങുന്നത് വൈകുന്നേരമാണ്, സന്ധ്യയ്ക്കാണ് ദിവസം തുടങ്ങുന്നത്. രാത്രിക്ക് 12 മണിക്കൂർ, പകലിന് 12 മണിക്കൂർ, ഇങ്ങനെയാണ് അവർ കണക്കാക്കുക. 24 മണിക്കൂർ എന്ന് ഇങ്ങനെ പറയാറില്ല. രാത്രിയുടെ 12 മണിക്കൂർ, പകലിന്റെ 12 മണിക്കൂർ. ഈശോയുടെ പീഡാനുഭവമൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. 9 മണിക്ക് കുരിശത്തറച്ചു, 9-ാം മണിക്കൂറിൽ കുരിശത്തറച്ചു, 12 മണിക്ക് ബഹളം ഉണ്ടായി, 12-ാം മണിക്കൂറിൽ ബഹളം ഉണ്ടായി, ഇങ്ങനെയൊക്കെ എഴുതി കാണുന്നുണ്ട്. ഇതൊക്കെ തെറ്റാ, പകുതി തെറ്റാ. ദിവസം തുടങ്ങുന്നത് രാത്രി 6 മണിക്കാണ് എന്ന് കരുതുക. രാത്രിയിലാണ് 6 മണിക്കാണ് ദിവസം തുടങ്ങുന്നത്. രാത്രിയുടെ 12 മണിക്കൂറും പകലിന്റെ 12 മണിക്കൂറും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ എത്രാം മണിക്കൂറിലാണ് പകൽ തുടങ്ങുക? രാവിലെ 6. അപ്പോൾ എത്രാം മണിക്കൂറാ? 12-ാം മണിക്കൂർ. ഇത് നിങ്ങൾ ഓർത്തോണം, 12-ാം മണിക്കൂർ. പിന്നെ എന്താണ്, നമുക്കിപ്പോൾ ഈ ദിവസം തന്നെ എടുക്കാം. നീസാൻ മാസം 14-ാം തീയതി ആണല്ലോ നമ്മൾ പെസഹ ആരംഭിക്കാൻ പോകുന്നത്. നീസാൻ 14 എന്ന് പറയുന്നത് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? നീസാൻ 13-ന്റെ വൈകുന്നേരം. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം നമ്മൾ ഈ വൈകുന്നേരം കൂടിയില്ലേ, ഒരു ദിവസം തുടങ്ങി. നമ്മൾ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു എന്നിരിക്കട്ടെ, അത് ദിവസത്തിന്റെ അവസാനത്തെ ഭക്ഷണമല്ല, ആദ്യത്തെ ഭക്ഷണമാണ്. അപ്പൊ പെസഹ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഭക്ഷണമല്ല, നമുക്ക് അവസാനത്തെ ഭക്ഷണമാണ്. യഹൂദർക്ക് എപ്പോഴത്തെ ഭക്ഷണം? അത് ആ ദിവസത്തിന്റെ ആദ്യത്തെ ഭക്ഷണമാണ്. മനസ്സിലായല്ലോ? ഇനി 12 മണിക്കൂർ നേരം വെളുത്തു, ദുഃഖവെള്ളി. ഈശോയെ കുരിശ് തറച്ച എത്രാം മണിക്കൂറിലാ? അപ്പൊ എത്ര മണിയായി? 9 മണി. വലിയ ബഹളവും പ്രശ്നമൊക്കെ ഉണ്ടായത് എത്രാം മണിക്കൂറിലാ? 6-ാം മണിക്കൂറിൽ. നമ്മൾ 12 മണി എന്ന് വിളിക്കുന്നു. ഈശോ മരിച്ചത് എപ്പോഴാണ്? 3 മണി. അപ്പൊ എത്രാം മണിക്കൂറായി? ഓക്കെ. ഈശോയെ അടക്കണം, വളരെ പെട്ടെന്ന് അടക്കണം. കാരണം എന്താ? ആ ദിവസം അവസാനിക്കാൻ പോവാ. വൈകുന്നേരം ആയാലും ദിവസം അവസാനിക്കും. പിന്നെന്താ പ്രശ്നം? സാബത്ത് തുടങ്ങുക. ഇരുട്ടായി പോയാൽ സാബത്ത് തുടങ്ങുക. അപ്പൊ ഇരുട്ടാകുന്നതിന് മുമ്പ് അടക്കണം. അതാണ് പ്രശ്നം. ഇപ്പൊ സംഭവം ആ ഒരു സമയത്തിന്റെ ക്രമം മനസ്സിലായല്ലോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി. ഇനി നമ്മൾ ദിവസം എന്ന് പറയുമ്പോൾ എത്ര ഞാൻ ഓർമ്മിപ്പിച്ചോളാം, എത്ര പറഞ്ഞാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോ. നിങ്ങൾക്ക് നമ്മുടെ ജീവിത രീതി കൊണ്ട് നമ്മളുടെ സമയമായിട്ട് കണക്കാക്കും. പക്ഷെ അങ്ങനെ കണക്കാക്കാനേ പാടില്ല. യഹൂദരുടെ സമയക്രമമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പെസഹയെ കുറിച്ച് ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിക്കാം. പെസഹ ഭക്ഷണം ആരംഭിക്കുന്നത് നമ്മൾ നീസാൻ മാസം 14-ാം തീയതിയാണ് പെസഹ ഒരുക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പെസഹ ഭക്ഷിക്കുന്നത് നീസാൻ മാസം 15-ാം തീയതി. വെരി ഗുഡ്. 15-ാം തീയതിയാണ് പെസഹ ഭക്ഷിക്കുന്നത്. നമ്മൾ ഒരുക്കുന്നത് നീസാൻ മാസം 14-ാം തീയതി. നമ്മളെ സംബന്ധിച്ച് കണക്കൂട്ടരുത്, നമ്മൾ ഒരുക്കുന്ന ദിവസം തന്നെയല്ലേ കഴിക്കുന്നത്, അതല്ല കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്ന് വൈകുന്നേരത്തെ ആദ്യ ഭക്ഷണമാണ്, ദിവസത്തിൻ്റെ ആദ്യ ഭക്ഷണമാണ് ആ രാത്രിയിൽ കഴിക്കുന്ന പെസഹ എന്ന് പറയുന്നത്. അന്ന് മുതൽ മത്സ, പുളിപ്പില്ലാത്ത അപ്പമാണ് നമ്മൾ കഴിക്കേണ്ടത്. 7 ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. പക്ഷേ ആ സമയത്തല്ല പുളിപ്പില്ലായ്മ തുടങ്ങുന്നത്, അതിന് 3 ദിവസം മുമ്പ് തുടങ്ങും. അത് ഞാൻ പിന്നെ വിശദീകരിച്ചോളാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ഞായറാഴ്ചയെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓശാന ഞായറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആ 3 ദിവസം മുമ്പത്തെ ഒരുക്കത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുക. പാപമോചനം നൽകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിനോടൊപ്പം ലഹം ഓനിയും നമ്മൾ കഴിക്കുന്നു. ആ ക്ലേശത്തിന്റെ അപ്പവും നമ്മൾ കഴിക്കുന്നു. അതൊരു വളരെ രസകരമായ സംഗതിയാണ്. മോശയും സെന്റ് പോളും ഇതേ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, ക്ലേശത്തിന്റെ അപ്പം, ലഹം ഓനി. രണ്ടുപേരും. എനിക്ക് വിശദീകരിച്ച് പറയാൻ സമയമില്ല, നമ്മൾ ഒത്തിരി ലേറ്റായി പോകുന്നതുകൊണ്ട്. ഇനി ഒരു കാര്യം ഉണ്ട്, ഈ പെസഹയെ കുറിച്ച് പറഞ്ഞാൽ നിർത്താം കേട്ടോ. തിരുക്കുടുംബം എല്ലാ വർഷവും ജെറൂസലേമിൽ പോയിരുന്നു, നമുക്കറിയാമല്ലോ. 3 തിരുനാളുകൾക്കും പോയിരുന്നു. കാരണം അവർ നിയമം കൃത്യമായിട്ട് അനുഷ്ഠിച്ചിരുന്നതാണ്. ലൂക്ക 2:41 യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലേമിൽ പോയിരുന്നു. യോഹന്നാൻ 2:13 യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറൂസലേമിലേക്ക് പോയി. 1-ാം ദേവാലയ ശുദ്ധീകരണം നടക്കുന്ന ഈ സമയത്താണ്. ഇതിൻ്റെ സാഹചര്യം എന്താണെന്ന് ഓശാന തിങ്കളാഴ്ചയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഞാൻ വിശദീകരിച്ചോളാം. നമ്മൾ നല്ല ഇൻറ്റൻസ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ്. ദേവാലയ ശുദ്ധീകരണമൊക്കെ മനുഷ്യർ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് പക്ഷേ അങ്ങനെയല്ല എന്നും അത് ചിട്ടവട്ടത്തോടെ നടക്കേണ്ട ഒരു സംഗതി ആയിരുന്നത് കൊണ്ടാണ് അത് ചെയ്തതെന്നൊക്കെ നമ്മൾ തിങ്കളാഴ്ചയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് കാണും. അവസാനത്തെ പെസഹ എന്ന് പറയുന്നത് ഒരുപക്ഷെ ആദ്യത്തെ പെസഹ, അവസാനത്തെ പെസഹ. യോഹന്നാൻ 11:55, 12:1 ഇവിടെയൊക്കെ പറയുന്നൊരു ഭാഗം, 2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? 12:1 മരിച്ചവരിൽ നിന്ന്
താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. പെട്ടെന്ന് ഞാനൊരു സൂചന നൽകാം, നമ്മൾ പിന്നെ വിശദീകരിച്ച് കാണുന്നുണ്ട്. ഈശോ ഗലീലിയിലായിരുന്നു, നസ്രത്തിൽ. നിങ്ങളുടെ മനസ്സിൽ ഇസ്രയേലിനെ കുറിച്ചൊരു ചിന്തയുണ്ടാകണം. ഇസ്രയേൽ കേരളം പോലെ ഇങ്ങനെ നീണ്ട് മെലിഞ്ഞ ഒരു രാജ്യമാണ് ഇസ്രയേൽ. നീളമാണ് അതിന് കൂടുതൽ, വണ്ണം കുറവാണ്. കേരളം പോലെ തന്നെ. ഗലീലി എന്ന് പറയുന്നത് കണ്ണൂരാണെന്ന് കരുതുക. ഗലീലി കണ്ണൂർ, കോഴിക്കോട്, മലബാറാണ് ഗലീലി. ഈ കൊച്ചി, എറണാകുളം ആ ഭാഗമാണ് സമറിയ. കൊല്ലം, തിരുവനന്തപുരം ഭാഗമാണ് യൂദയ. മനസ്സിൽ കൊണ്ടുവന്ന ആ ചിത്രം. അപ്പോൾ വടക്ക് വശത്ത് ഗലീലി, മധ്യത്തിൽ സമറിയ, തെക്ക് വശത്ത് യൂദയ. ഈശോ എവിടെയാ? കണ്ണൂർ. ഈ പെസഹായ്ക്ക് തൊട്ട് മുമ്പ് ഈശോ കണ്ണൂരാണ്. അവിടുന്ന് നടന്നു വരികയാണ് ഈശോ. വളരെ രസകരമാണ്. ഈ ഇസ്രയേലിൻ്റെ നടുക്കൂടെ അതിനിങ്ങനെ കീറി മുറിച്ച് ജോർദാൻ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അതിപ്പോൾ അത് വളരെ മെലിഞ്ഞായിരിക്കുന്നു. അന്ന് അതിന് നല്ല നല്ല വെള്ളമുള്ള ഒരു നദിയായിരുന്നു. കൊടക്കാനൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ അന്ന് വലിയ വിഷമമായിരുന്നു. അപ്പോൾ ഈശോ ഗലീലിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ജോർദാൻ നദിയുടെ ഇങ്ങേ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ്. അങ്ങനെ ഈശോ നടന്നു വന്ന് ഒരു സ്ഥലത്തെത്തി. പെരേയ എന്ന് പറയുന്ന ഭാഗത്ത് സമറിയായുടെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഈശോ ജോർദാൻ നദി ക്രോസ് ചെയ്ത് ജെറീക്കോ എന്ന് പറയുന്ന ഒരു നഗരത്തിലെത്തി. ഈ ജെറീക്കോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ്. ലോകത്തിലെ ഏറ്റവും താഴെയുള്ള നഗരമായത് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിനേക്കാൾ പോലും അടിയിലുള്ള നഗരമാണ് ഈ ജെറീക്കോ എന്ന് പറയുന്നത്. ജെറൂസലേം എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഒരു മലയാണ്. ഈ ജെറീക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്ക് വെറും 27 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വെറും 27 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ അപ്പോഴേക്കും ഒരു 3700 അടി മേലേക്ക് കയറും. അപ്പം നിങ്ങൾ ആലോചിക്കുക എന്തുമാതിരി മലയാ കയറുന്നതെന്ന്. ഈ മല കയറിയാണ് ജെറൂസലേമിലേക്ക് പോവുക. കേൾക്കണം, ഈ വാചകം എന്ന് പറയാൻ വേണ്ടി വിശദീകരിക്കാനാണ് ഇത് പറഞ്ഞത്. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുമ്പ് ഈശോ വന്നു. ഇനി നമ്മൾ ഈ ബഥാനിയ ഇനിയുള്ള എല്ലാ ദിവസത്തെ ക്ലാസ്സിലും കേൾക്കും. കാരണം ഈശോയുടെ ഒരു ക്യാമ്പാണ് ബഥാനിയയിലാണ് അവൻ എല്ലാ ദിവസവും കിടക്കുക. നേരം വെളുക്കുമ്പോൾ ജെറുസലേമിൽ പോവും, വൈകുന്നേരം ആവും ബഥാനിയയിലേക്ക് വരും. വീണ്ടും ജെറുസലേമിലേക്ക് പോകും, ബഥാനിയയിലേക്ക് വരും. 3.2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അതൊന്നൊരു ദൂരമേ അല്ല അന്നത്തെ കാലത്ത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 6 കിലോമീറ്ററാണ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടന്നിരുന്നത്. നേരെ തിരിച്ചു അങ്ങനെ 12 കിലോമീറ്റർ ദിവസം ഒരു വിഷയമല്ല. അന്നത്തെ കാലത്ത് ഞാൻ നടപ്പൊരു ദൂരമേ അല്ല, 3.2 കിലോമീറ്റർ. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, ജെറുസലേമിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും പോകുന്നു, തിരിച്ചു വരുന്നു. അങ്ങനെ കൊല്ലപ്പെടുന്ന ദിവസം വരെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ബഥാനിയ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇനി ബഥാനിയ എവിടെയാണ് എന്ന് ഒരു സൂചന കിട്ടാൻ വേണ്ടി ഈ മാപ്പ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ജെറൂസലേം എന്ന് പറയുന്നത് ഇവിടെ ജെറൂസലേം നഗരം, ബഥനി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഭാഗം പറയുന്നതാണ് ഒലിവ് മല എന്ന് പറയുന്നത്. ജെറൂസലേം ഒരു കുന്നാണ്. ജെറൂസലേമിന് കിഴക്കുള്ള മറ്റൊരു മലയാണ് ഒലിവ് മല എന്ന് പറയുന്നത്. ജെറൂസലേമിനേക്കാളും കുറച്ചുകൂടി ഉയരമുണ്ട് ഒലിവ് മലയ്ക്ക്. കുറച്ചുകൂടി ഉയർന്ന സ്ഥലമാണ് ഒലിവ് മല. എന്തുകൊണ്ടായിരിക്കും അതിനെ ഒലിവ് മല എന്ന് വിളിക്കുന്നത്? ഒലിവുള്ളത് കൊണ്ട്. അതെ, അന്ന് അവിടെ മുഴുവൻ ഒലിവായിരുന്നു, അതുകൊണ്ട് ഒലിവ് മല എന്ന് വിളിക്കുന്നു. ഇപ്പൊ ബഥനി എന്ന് പറയുന്നത് ഈ ഒലിവ് മലയുടെ കിഴക്കേ വശത്താണ്, കിഴക്കേ സൈഡില്. അപ്പോൾ ബഥനിയിൽ നിന്ന് ഒരാള് ജെറൂസലേമിലേക്ക് വരണമെങ്കിൽ ബഥനിയിൽ നിന്ന് നടന്ന് ഒലിവ് മലയുടെ മേലെ എത്തി, ഒലിവ് മല താഴേക്കിറങ്ങി കെദ്രോൻ അരുവി കടന്ന് വീണ്ടും മല കയറുന്ന ജെറൂസലേമിൽ കയറണം. നിങ്ങൾ മനസ്സിൽ വന്നോ ചിത്രം? ബഥനിയിൽ നിന്ന് പുറപ്പെട്ട് ഒലിവ് മലയുടെ മുകളിൽ എത്തിക്കഴിയുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ജെറൂസലേമിനേക്കാളും 300 അടി ഉയരത്തിൽ ഒലിവ് മല നിൽക്കുന്നു. അതിൻ്റെ മേലെ നിന്ന് താഴെ നിത്യനഗരമായ ജെറൂസലേം കാണുന്ന യഹൂദരുടെ മനസ്സിൽ കൂടെ പോകുന്ന ആ ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സിയോനെ കുറിച്ചോർത്ത് ഞാൻ കണ്ണീർ വാർത്ത് കരഞ്ഞു എന്നാ പറഞ്ഞത് ബാബിലോൺ നദിയുടെ തീരങ്ങളിലിരുന്ന്. അപ്പോൾ ആ സിയോനെ കാണുന്നത് ജെറൂസലേമിലേക്ക് വരുന്ന സകല തീർത്ഥാടകരും വർഷത്തിൽ 3 പ്രാവശ്യം വരുമ്പോഴും ഈ ഒലിവ് മലയുടെ മുകളിൽ നിന്ന് താഴെ നിത്യനഗരമായ ജെറൂസലേം കാണും. കരയാതെ ഒരു യഹൂദനും പോരാൻ പറ്റിയല്ല. കണ്ണുനീരിന്റെ റിഡ്ജ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന മലയുടെ ആ പൊങ്ങി നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ, കണ്ണുനീരിന്റെ റിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. കാരണം ജെറൂസലേമിനെ നോക്കി കരയാതെ യഹൂദര് താഴ്വാരത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതൊക്കെ നമ്മൾ വിശദമായിട്ട് കാണും കേട്ടോ. പിന്നെ വളരെ വിശദമായിട്ട് നമ്മൾ കാണും. ഒരുപക്ഷെ നമ്മുടെ ഞാൻ നിങ്ങളെ പറ്റിച്ചതാണ്. 3 ദിവസം ക്ലാസ് എന്ന് പറഞ്ഞില്ലേ, അത് പറ്റിച്ചതാണ്. ബുധനാഴ്ചയും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് ഒരിക്കൽ മതി. ഒരിക്കൽ നമ്മളിത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഈ വിശുദ്ധവാരമൊക്കെ നമുക്ക് ആസ്വദിച്ച് പങ്കെടുക്കാൻ പറ്റും. ഈ ഓരോ വാചകങ്ങളും അവിടെ വായിക്കപ്പെടുന്ന സമയത്ത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു വെളിച്ചം
പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഒരെണ്ണം കിട്ടിയാൽ മതി ഒരു വിശുദ്ധവാരം മുഴുവൻ സഫലീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഫീസ്റ്റ് ഓഫ് ഫസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന യോം ഹബിക്കൂറിം എന്ന് പറയുന്ന പുത്തരി തിരുനാൾ. പുത്തരി തിരുനാളിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. പെസഹായുടെ പിറ്റേന്നാണ് പുത്തരി തിരുനാൾ എന്ന് പറയുന്നത്. പെസഹായെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതാണ്ടൊരു ധാരണയായിട്ടുണ്ടോ? ഇത് ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് പ്രധാന മൂലക്കല്ല എന്ന് പറയുന്നത് പോലെയാണ്. ക്യൂബ് കളിക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ, എനിക്കറിയില്ല. പക്ഷേ അറിയാവുന്ന ആൾക്കാർ അത് ചെയ്യുന്ന കാണുമ്പോൾ ഇവനെന്താ ഈ വിവരക്കേട് കാണിക്കുന്നത് നമുക്ക് തോന്നുന്നു. ഒരു കണക്ഷനും കിട്ടില്ല. പക്ഷെ പെട്ടെന്നൊരു നിമിഷം എല്ലാം കൂടെ അങ്ങോട്ട് വീഴുന്നത് കാണുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേടിക്കണ്ട, ഒക്കെ ശരിയായിക്കോളും. ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം നല്ല കൃത്യമായിട്ട് തീർന്നോളും.